തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ OP ടിക്കറ്റിന് ചാർജ് ഈടാക്കാൻ പോകുന്നു. 10 രൂപയാണ് നിരക്ക്. നാളെ മുതൽ ചാർജ് കൊടുക്കണം. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടേതാണ് തീരുമാനം. നേരത്തെയും ചാർജ് ഈടാക്കാൻ ശ്രമം നടന്നിരുന്നെങ്കിലും കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് പിന്മാറുകയായിരുന്നു. ആഷൻ ഡിയേഗോ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ആഷൻ ഡിയേഗോ. നാളെ തൊട്ട് 10 രൂപ കൊടുക്കണം. നേരത്തെയും ഈ നിരക്ക് നടപ്പാക്കാൻ ശ്രമിച്ചതാണ്, പക്ഷേ അന്ന് പ്രതിഷേധമുണ്ടായി. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നാളെ തൊട്ട് ഉറപ്പിച്ചോ? സുജ, തീർച്ചയായും ശരിക്കും നാളെ മുതലായിരുന്നില്ല, ഇന്നു മുതൽ 10 രൂപ ഈടാക്കണം എന്നുള്ളതായിരുന്നു ഉത്തരവ്. പക്ഷേ ഇന്ന് അവധിയായതിനാൽ തന്നെ നാളെ മുതൽ ഈടാക്കിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടേതാണ് ഈ തീരുമാനം. 10 രൂപയാണ് OP ടിക്കറ്റുകൾക്ക് ഇനി മുതൽ നാളെ മുതൽ ഈടാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ OP ടിക്കറ്റിന് പുതുതായി എടുക്കുന്ന ഒരാൾ OP ടിക്കറ്റ് എടുക്കുമ്പോൾ 10 രൂപ നൽകേണ്ടി വരും. ഈ OP ടിക്കറ്റിന് 2 മാസത്തെ വാലിഡിറ്റി ഉണ്ടാകും. മാത്രമല്ല, ഈ 2 ദിവസത്തെ വാലിഡിറ്റിക്കിടയിലാണെങ്കിൽ പോലും ഈ ഡോക്ടറിനെ കണ്ട ശേഷം ഈ മരുന്നൊക്കെ എഴുതി ആ OP ടിക്കറ്റ് ഫില്ലായി കഴിഞ്ഞാൽ ഇനി സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു OP ടിക്കറ്റ് എടുക്കുന്നതിന് 10 രൂപ വീണ്ടും നൽകേണ്ടി വരും എന്നുള്ളതാണ്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരേ വിഭാഗത്തിൽ അല്ലാതെ മറ്റൊരു വിഭാഗത്തിലേക്ക് അന്ന് തന്നെ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനും വെവ്വേറെ ഒരു OP ടിക്കറ്റ് എടുക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഇനി മുതൽ എല്ലാ OP ടിക്കറ്റുകൾക്കും 10 രൂപ നൽകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സംബന്ധിച്ച് OP ടിക്കറ്റുകൾക്ക് കൗണ്ടറുകൾക്ക് മുന്നിൽ ഈ OP ടിക്കറ്റുകൾ 10 രൂപ ചാർജ് ഉണ്ട് എന്നത് പ്രദർശിപ്പിക്കണമെന്നും ഈ ഒരു ഉത്തരവിൽ പറയുന്നുണ്ട്. നേരത്തെയും സമാന രീതിയിൽ ഈ ഒരു ചാർജ് ഈടാക്കൽ നടപടികൾ ആരംഭിച്ചിരുന്നെങ്കിലും അന്ന് കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് തൽക്കാലത്തേക്ക് അത് അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും നാളെ മുതൽ ഈ ഒരു തീരുമാനം നടപ്പിലാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് OP ടിക്കറ്റ് എടുക്കുമ്പോൾ 10 രൂപ നൽകി എന്നും കേട്ടിരുന്നു. അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടോ? നിലവിൽ ഇപ്പോൾ പുതുക്കിയ ഉത്തരവിൽ അങ്ങനെയുള്ള ഒടുവിൽ ഒന്നും ഇളവുകളൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ കൃത്യമായി പറയുന്നത് ഈ OP ടിക്കറ്റുകൾ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെയാണ് OP ടിക്കറ്റിൽ എടുക്കുമ്പോൾ പൈസ ഈടാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ OP ടിക്കറ്റ് 2 മാസം വാലിഡിറ്റി വരും. ഈ വാലിഡിറ്റിക്ക് ശേഷം പുതിയതായ ഒരു OP ടിക്കറ്റ് എടുത്താൽ പൈസ നൽകേണ്ടി വരും. മാത്രമല്ല, ഡോക്ടർ ഈ മരുന്ന് കുറിപ്പടി എഴുതി കഴിഞ്ഞതിന് ശേഷം പേജില്ല എന്നുണ്ടെങ്കിൽ, തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു OP ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോഴും 10 രൂപ നൽകേണ്ടി വരും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മറ്റൊരു വിഭാഗത്തിലേക്ക് ചികിത്സ തേടുകയാണ്. ഞാനൊരു OP ടിക്കറ്റ് എടുത്തു, ENT ഡോക്ടറെ കണ്ടു. ENT ഡോക്ടറിനെ കണ്ട ശേഷം ഓർത്തോയിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പോലും ഞാൻ അതേ ദിവസമാണ് പോകുന്നതെങ്കിൽ OP ടിക്കറ്റ് 10 രൂപ നൽകേണ്ടതില്ല. പക്ഷേ തൊട്ടടുത്ത ദിവസമാണ് വരുന്നതെങ്കിൽ OP ടിക്കറ്റിന് വീണ്ടും 10 രൂപ നൽകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിലവിൽ ഇപ്പോൾ എന്തായാലും ഇളവുകൾ സംബന്ധിച്ചൊന്നും ഈ ഉത്തരവിൽ വ്യക്തത വരുത്തിയിട്ടില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആളുകൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നാളെ മുതൽ OP ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ കയ്യിലൊരു 10 രൂപ കരുതിക്കോളൂ. അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താലും മതി. 10 രൂപ വീതം ചാർജ് ഉണ്ടായിരിക്കും. OP ടിക്കറ്റ് ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ അത് 2 മാസം വരെ വാലിഡിറ്റി ഉണ്ട്. പക്ഷേ അതിനിടയിൽ മറ്റൊരു ചികിത്സയ്ക്കായി അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിലേക്കാണ് പോകുന്നതെങ്കിൽ പുതിയ OP ടിക്കറ്റ് എടുക്കണം. അതാണ് മാനദണ്ഡം. തിരിച്ചെത്താം.